വെൽക്കം. ഇന്ന് നമ്മളെല്ലാവരും കൂടി കോർഫുഖാനിലേക്ക് പോകുന്ന വഴിയാണ്. പോകുന്ന വഴിക്ക് നിസ്കരിക്കാനും പെട്രോളൊക്കെ അടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഇറങ്ങിയതാണ്. ഇവിടെ പെട്രോളിന് 2.45 ദിറംസ് ആണ് വരുന്നത്. അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് നിസ്കരിച്ച് നേരെ പിടിച്ച് കോർഫുഖാനിലേക്ക്. അബുദാബിയിൽ നിന്ന് കോർഫുഖാനിലേക്ക് ഏകദേശം 2.5 മണിക്കൂർ യാത്ര തന്നെ ഉണ്ട്. കോർഫുഖാനിൽ എത്തുമ്പോഴത്തേക്ക് എല്ലാം പൈക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ കോർഫുഖാൻ റെസ്റ്റോറന്റ് കയറി മന്തി ഓർഡർ ചെയ്തു. മന്തിക്ക് ഓർഡർ ചെയ്തതിനു ശേഷം നല്ല വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. വെയിറ്റിംഗിന് വേർത്താണ്. സാധനം കിട്ടിയപ്പോൾ ഓക്കെ ആയിരുന്നു. ചിക്കനും മട്ടനും മീനും എല്ലാം ഉണ്ട്. നല്ല പോളിംഗായിരുന്നു. കോർഫുഖാൻ ബീച്ചിൽ ഇറങ്ങിയ ഉടനെ അവിടെ നമ്മളൊരു നാട്ടുകാരനെ കണ്ട് അവർക്ക് കുറച്ച് സംസാരിച്ച് നമ്മൾ നേരെ ജെറ്റ് സ്കീൻ്റെ അടുത്തേക്ക് കടന്നു. നമ്മൾ പീക്ക് ടൈമിനാണ് അവിടെ എത്തിയത്. സൺഡേ ആണ്, ഈവനിങ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡ് ആയിരുന്നു. ബാർഗൈനിങ് ഒന്നും അങ്ങ് അടുപ്പിക്കുന്നല്ലോ. ലാസ്റ്റ് നമ്മൾ 3 ജെറ്റ് സ്കീ റെന്റിനെടുത്ത് 1 ഹവറിനൊക്കെ. ഇവരെ നമ്മളെ കൊണ്ട് ഒരു അഗ്രിമെന്റ് എല്ലാം ഒപ്പിടിപ്പിക്കുന്നുണ്ട്. ജെറ്റ് സ്കീ മറിഞ്ഞിട്ട് അതിൽ വെള്ളം കയറിയിട്ട് പിന്നെ സ്റ്റാർട്ട് ആയിട്ടില്ലെങ്കിൽ നമ്മൾ 2000, 3000 അങ്ങനെ ഫൈൻ കൊടുക്കേണ്ടി വരും. ബി കെയർഫുൾ ഫോർ ദാറ്റ്. നമ്മളും വീണക്ക് പക്ഷെങ്കിൽ ജെറ്റ് സ്കീക്ക് ഒന്നും പറ്റിയില്ല. അതുകൊണ്ട് പൈസ കൊടുക്കേണ്ട വന്നിട്ടില്ല. ഓല് ചോദിച്ചിക്ക് വീണ വകയില്, പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല. നല്ല അടിച്ചുമ്പോൾ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് നോക്ക്, വേർത്താണ്. ഫോണെല്ലാം എടുത്തിറങ്ങുമ്പോൾ നല്ല ധൈര്യം വേണം. കാരണം കടലിന്റെ ഉള്ളോട്ടേക്ക് പോകുന്നുണ്ട്. വീണപ്പിനെ കിട്ടലുണ്ടാവില്ല. 1 മണിക്കൂർ കഴിഞ്ഞാൽ ജെറ്റ് സ്കീ ഒഴിവാക്കിയിട്ട് ആ ബീച്ചിൽ തന്നെ നമ്മളെല്ലാവരും കുളിച്ച്. ഈ ബീച്ചിന്റെ ഓപ്പോസിറ്റ് തന്നെ വാട്ടർഫോൾസ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ട് വലിയൊരു ആവശ്യം തോന്നിയില്ല. എവറിത്തിങ് ഈസ് ഗുഡ്, റൈറ്റ്? അങ്ങനെ എല്ലാവരും ഹാപ്പിയായി. ഇന്നത്തെ ദിവസം ഖലാസ്.